ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ഡ്രിൽസ് ഫുട് വർക്ക് വരുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് അതാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോക്സിങ് കരിയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ബോക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പഞ്ച് വന്നു. ആ പഞ്ചിൻ്റെ സമയത്ത് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യും. അതിനെങ്ങനെ നേരിടാം. അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇത്തരത്തിലുള്ള കുറച്ച് ഡ്രിൽസ് നിങ്ങളുടെ മസിൽ മെമ്മറിയിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്യണം. സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളിത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ഡ്രില്ലായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡ്രില്ലെന്ന് വെച്ചാൽ ഫോർവേഡ് സ്റ്റെപ്പ്. ഫോർവേഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ റൈറ്റ് ലെഗിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിന്ന സ്ഥലത്ത് നിന്ന് അനക്കുന്നില്ല. എൻ്റെ ലെഫ്റ്റ് ലെഗിനെ മാത്രം ഞാൻ അനക്കുന്നു. 1 2 1 2 1 2. ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ലെഫ്റ്റ് ലെഗിനെ ഫോർവേഡ് ചെയ്യുന്നു. ആ ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ അഗൈൻ ടോയിൽ പുഷ് ചെയ്ത് ബാക്കോട്ട് എടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൂവ്മെൻറ്റ്. സെക്കൻഡ് മൂവ്മെൻറ്റ്, നിങ്ങളുടെ ബാക്കിലെ ലെഗിന് അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ലെഗിനെ നിങ്ങൾ ബാക്കോട്ട് വെക്കുന്നു. ഇതേപോലെ തന്നെ ഫോർവേഡ് ചെയ്യുന്നു. 1 2 1 2 1 2. ദിസ് ഈസ് യുവർ സെക്കൻഡ് മൂവ്മെൻറ്റ് ആൻഡ് യുവർ തേർഡ് മൂവ്മെൻറ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 1 2 1 2 1 2. ആക്ച്വലി ഇതൊരു സ്റ്റെപ്പ് ഇൻ സ്റ്റെപ്പ് ബാക്ക് എന്ന നിങ്ങൾ ബോക്സിങ്ങിലെ സ്റ്റെപ്പ് ഇൻ ആൻഡ് സ്റ്റെപ്പ് ബാക്ക് ഒരു മൂവ്മെൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്തു, ആ പഞ്ചിനെ നിങ്ങൾ ഒഴിവാക്കുന്നു. ലീൻ ബാക്ക് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് ഡിഫൻസീവ് മൂവ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രില്ലാണ്. ഇപ്പം നമ്മൾ പഞ്ചും ഗാർഡും ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം, ലോവർ ബോഡി മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് നമ്മളിത് ചെയ്തു. ഇതേ മൂവ്മെൻ്റ് തന്നെ നമ്മളിനി സൈഡ് വേസും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 1 2 അഗൈൻ 1 2. വൺ മോർ ടൈം. 1 2 1 2. ഇതിനെ കമ്പൈൻ ചെയ്താൽ 1 2 1 2 1 2. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഗ്രൗണ്ട് ഡ്രിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഓർഡർ നിങ്ങൾ നോക്കണ്ട. ഞാൻ ആദ്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബേസിക്കലി എല്ലാം ഒരേ മൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാർ. ഇനി അടുത്ത മൂവ്മെൻറ്റ്. ഇതിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ റൈറ്റ് ലെഗിനെ, അതായത് ഞാൻ ഓർത്തഡോക്സ് പൊസിഷനിലാണ് നിൽക്കുന്നത്, അതിൽ എൻ്റെ റൈറ്റ് ലെഗിനെ നിന്ന സ്ഥലത്തുനിന്ന് ഞാൻ അനക്കുന്നില്ല. ലെഫ്റ്റ് ലെഗിനെ മാത്രമേ അനക്കുന്നുള്ളൂ. അതെനിക്ക് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല അനക്കുന്നത്, എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അനക്കുന്നത്, ഐ മീൻ മൂവ് ചെയ്യുന്നത്. കൂടാതെ എൻ്റെ റൈറ്റ് ഷോൾഡറിനെ ഞാൻ ടിൽറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടോ? 1 back. One more time. 1 back. നിങ്ങളുടെ തേർഡ് ഡ്രില്ലിലെ ഫസ്റ്റ് മൂവ്മെൻ്റ് ആണ് 1 back. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഗാർഡ് പൊസിഷനിലും ചെയ്യാം. 1 back. ഇനി ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട സെക്കൻഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഷോൾഡറിനെ റൈറ്റിലേക്ക് നിങ്ങൾ ടിൽറ്റ് ചെയ്യും. കൂടാതെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിനെ ബാക്കോട്ടും വെക്കൂ. അപ്പം എങ്ങനെ ചെയ്യാം? 1 2 1 1 more time. 1 2 1 2 1 2. ഈ രണ്ട് മൂവ്മെൻറ്റിനും ഞാൻ കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 1 2 1 2 1 2
1 2 1 2 1 2. ഇത് തന്നെ നിങ്ങൾ റൈറ്റിലും ചെയ്യണം. റൈറ്റിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലെഗ് അല്ല മാറുന്നത്, വെക്കുന്ന പൊസിഷനാണ് മാറുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ ബോഡി ലെഫ്റ്റ് ലെഗ് ഞാൻ ഫോർവേഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഷോൾഡറിനാണ് ലീൻ ചെയ്തെങ്കിൽ ഇവിടെ ഞാൻ ലെഫ്റ്റ് ലെഗ് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വെക്കുന്നു, കൂടാതെ ലെഫ്റ്റ് ഷോൾഡറിനെ ഞാൻ ഔട്ട് സൈഡ് ലീൻ ചെയ്യുന്നു. അപ്പം എങ്ങനെ ഉണ്ടാവും? 1 1 1 1 1 and 2. തിരിച്ചു വരുന്നു. 1 and 2 1. തൊട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ലെഫ്റ്റ് ലെഗിനെ ഞാൻ ബാക്കോട്ട് വെക്കുകയും ലെഫ്റ്റ് ഷോൾഡറിനെ ഞാൻ റൈറ്റ് ലെഗ് ടിൽറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഞാൻ റൈറ്റ് ലെഗിനെ ബാക്കോട്ട് വെക്കുന്നു, എൻ്റെ റൈറ്റ് ഷോൾഡറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുന്നു. അഗെയിൻ 1 2 1 2 1 2. ഇതിനെ കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടോ? 1 2 1 2 1 2 1 2. ഇതെല്ലാം കൂടെ ഇപ്പം ചെയ്തിരിക്കുന്ന 4 മൂവ്മെൻറ്റും കൂടെ ഒരുമിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. 1 2 1 2. One more time. 1 2 1 2. Again 1 2 1 2. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗ്രൗണ്ട് ഡ്രിൽ സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട്. ഈ മൂവ്മെൻറ്റ് വളരെ പ്രാധാന്യത്തോടെ തന്നെ ചെയ്യുക. ജാബും ചെക്ക് ഹുക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഫുഡ് ഡ്രില്ലാണിത്. ഇതിൽ പഞ്ചസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതും വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.